ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ കരൾ ശസ്ത്രക്രിയയിലൂടെ മനുഷ്യനിലേക്ക് മാറ്റിവെച്ചു. ചൈനയിൽ കരൾ അർബുദം ബാധിച്ച രോഗിയെയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത്. സെനോ ട്രാൻസ്പ്ലാന്റേഷൻ പ്രക്രിയയിലെ ഒരു വഴിത്തിരിവായിട്ടാണ് പന്നിയുടെ കരൾ മനുഷ്യനിലേക്ക് മാറ്റിവെച്ചതിനെ ശാസ്ത്രലോകം കണക്കാക്കുന്നത്. മൃഗങ്ങളിൽ നിന്നുള്ള കോശങ്ങളോ കലകളോ അവയുടെ അവയവങ്ങളോ ഉപയോഗിച്ച് മനുഷ്യരെ സുഖപ്പെടുത്തുന്നതിനെയാണ് സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇതിനുള്ള ശ്രമങ്ങൾ ദീർഘകാലമായി നടക്കുന്നുണ്ടായിരുന്നെങ്കിലും മനുഷ്യന്റെ പ്രതിരോധ സംവിധാനങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാൻ മൃഗങ്ങളുടെ കോശങ്ങൾക്ക് സാധിക്കാത്തതിനാൽ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ പന്നികളുടെ അവയവങ്ങൾക്ക് മനുഷ്യരുടേതുമായി സാമ്യത ഏറെയുണ്ട്. മെയ് 24-ന് ആൻഹുയി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽ WeChatൽ പോസ്റ്റ് ചെയ്തത് പ്രകാരം കരൾ അർബുദം ബാധിച്ച 71 വയസ്സുള്ള രോഗിക്ക് മെയ് 17-നാണ് അവയവം ലഭിച്ചത്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിഞ്ഞു. അതുപോലെ ഹൈപ്പർ അക്യൂട്ട് അല്ലെങ്കിൽ അക്യൂട്ട് റിജക്ഷൻ പ്രതികരണങ്ങളൊന്നും രോഗിയിലുണ്ടായിട്ടില്ല. മാത്രമല്ല, രോഗിയുടെ ശരീരത്തിൽ കരളിന്റെ പ്രവർത്തനം തീർത്തും സാധാരണ നിലയിലായതായും സർവകലാശാലയുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. പന്നിയുടെ 514 ഗ്രാം ഭാരമുള്ള കരൾ രോഗിയുടെ ശരീരം നിരസിക്കുന്നതും പ്രവർത്തന വൈകല്യവും തടയാൻ 10 ജനിതക മാറ്റങ്ങളായിരുന്നു വരുത്തിയിരുന്നത്. സാധാരണ സെനോ ട്രാൻസ്പ്ലാന്റുകളിൽ മനുഷ്യന്റെ ശരീരം അവയവത്തെ നിരസിക്കുന്ന പ്രവണത കൂടുതലായിരുന്നു. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവേഷകർ പന്നിയുടെ അവയവങ്ങളെ ജനിതകമാറ്റം വരുത്തി അവയെ കൂടുതൽ മനുഷ്യരുടേതാക്കി മാറ്റാൻ തുടങ്ങി. കഴിഞ്ഞ ജനുവരിയിലാണ് പന്നിയിൽ നിന്നും മനുഷ്യനിലേക്ക് കരൾ മാറ്റിവെച്ച ശസ്ത്രക്രിയ പരീക്ഷണം ആദ്യമായി നടന്നതെന്ന് ന്യൂസ് ബൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. പെൻസിൽവാനിയ സർവകലാശാലയിലെ ഈ പരീക്ഷണം മസ്തിഷ്ക മരണം സംഭവിച്ച മനുഷ്യനിലാണ് നടത്തിയത്. ഈ പരീക്ഷണത്തിൽ പന്നിയുടെ കരൾ 72 മണിക്കൂർ രക്തശുദ്ധീകരണത്തിനുള്ള ഒരു ബാഹ്യ പാലമായി പ്രവർത്തിച്ച് രക്തം ഫലപ്രദമായി ഫിൽട്ടർ ചെയ്തു. ഈ നൂതന രീതി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കടുത്ത ക്ഷാമം പരിഹരിക്കാൻ സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. കാരണം US-ൽ മാത്രം ഏകദേശം 10,000-ഓളം ആളുകളാണ് നിലവിൽ കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്നതെന്ന് ന്യൂസ് ബൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു.